ഞാൻ ഇവിടെ ചാവും. അത് ഒരു ഉറപ്പ് മറ്റുള്ളവരെങ്കിൽ മാറ്റി കത്തിച്ച് ചാവും. 34 വർഷം മുമ്പ് AKG സെൻറ്ററിൽ നിലവിലെ AKG സെൻറ്ററിന് മുന്നിൽ ആരംഭിച്ച തട്ടുകടയാണ്. അന്ന് AKG സെൻറ്റർ ഇവിടെയല്ല, തൊട്ട് പിറകുവശത്താണ്. അന്ന് മുതൽ ആരംഭിച്ച ബാലു എന്ന് പറയുന്ന ചേട്ടൻ നടത്തുന്ന തട്ടുകട ഇപ്പോൾ റോഡ് ഫണ്ട് ബോർഡ് അവരും സ്മാർട്ട് സിറ്റിയും ചേർന്ന് ഒരു നോട്ടീസ് ഈ കടയ്ക്ക് മുന്നിൽ ഒട്ടിച്ചിരിക്കുകയാണ്. അതാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൽ പറയുന്നത് 3 ദിവസം കൊണ്ട് ഒഴിഞ്ഞു പോകണം എന്നുള്ളതാണ്. നിലവിൽ വഴി അല്ല, ഈ ഫുട്പാത്തിലല്ല കടയിരിക്കുന്നത്, റോഡിനോട് ചേർന്ന ഭാഗത്താണ്. കാലങ്ങളായി ഇതിങ്ങനെ തുടരുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ കട ഒഴിഞ്ഞു പോകണം, അല്ലെങ്കിൽ അത് പൂർണ്ണമായും പൊളിച്ചു മാറ്റും എന്നുള്ള നോട്ടീസാണ് റോഡ് ഫണ്ട് ബോർഡും സ്മാർട്ട് സിറ്റിയും ചേർന്ന് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത്. 3 ദിവസത്തെ സമയം മാത്രമാണ് എന്തായാലും ചേട്ടന് ഈ കട ഒഴിഞ്ഞു മാറാനായി നൽകുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ കാലങ്ങളായി ഈ AKG സെൻറ്റർ വന്നതിന് ശേഷം AKG സെൻറ്ററിലെ ജീവനക്കാർ, ഒപ്പം തന്നെ ഇവിടെ എത്തുന്ന നേതാക്കൾ, മറ്റ് തൊട്ടടുത്തുള്ള SBI ഉണ്ട്, SBIയിലെ ജീവനക്കാർ, തൊട്ടടുത്തുള്ള കോച്ചിങ് സെൻറ്ററുകളിലെ വിദ്യാർത്ഥികൾ എല്ലാം ഇവിടെ ചായ കുടിക്കാൻ എത്തുന്നതാണ്. ചെറിയ ലഘുകടികളും ചായയുമാണ് ഇവിടെ കൊടുക്കുന്നത്. അതിനായി എത്തുന്നു. അങ്ങനെയുള്ള ഒരു വഴിയോരത്തിൽ ചെറിയ ഭാഗത്ത് ഒതുങ്ങി നിൽക്കുന്ന ഈ കട പൊളിച്ചു മാറ്റാനാണ് ഇപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു നോട്ടീസ് ഒട്ടിച്ചിരിക്കുന്നത്. ചേട്ടൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഇതെപ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് ഒട്ടിച്ചു? ഇന്നലെ രാവിലെ 11 മണിക്കൊണ്ട് ഒട്ടിച്ച് 3 ദിവസത്തിനകത്ത് മാറിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ പൊളിച്ച് മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ പൈസ നമ്മൾ ഈടാക്കുന്നു. ഞാൻ പൊളിച്ചു മാറ്റുന്നതിൻ്റെ പൈസ അവർ ഈടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. നിറച്ച് കുട്ടികളായിരുന്നു ചായ കുടിക്കാനൊക്കെ. എനിക്ക് അപ്പോൾ ഒരു പേപ്പർ എനിക്കും തന്നു, ഒരു പേപ്പർ അവിടെ ഒട്ടിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞ് 34 വർഷം കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഒരു കംപ്ലയിൻറ്റ് എൻ്റെ പേർക്കില്ല. റോഡ് പണി ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് മാറിയിരിക്കാൻ പറഞ്ഞു. മാറി നിന്നിട്ട് അവർ റോഡ് പണി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അത് എനിക്കൊരു കംപ്ലയിൻറ്റ് ഇവിടെ ഒരു കംപ്ലയിൻറ്റ് പൊളിച്ചുമില്ല. എന്തെങ്കിലും തരത്തിൽ ഇനി ഇപ്പം അവരെ സമീപിച്ചാൽ മാറ്റം വരുന്നു അങ്ങനെയൊന്നും പറഞ്ഞോ? അതൊന്നും പറഞ്ഞില്ല. അതൊന്നും പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞില്ല. കാരണം പിന്നെ കുറച്ച് ആൾക്കാരെ പോയി കണ്ട് അവർ പറഞ്ഞ് നമുക്ക് പറ്റില്ല, കോർപ്പറേഷനിലല്ല, റോഡ് ഫണ്ടുകാരുടെയാണ്, അത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ. അപ്പോൾ ഞാൻ സ്റ്റാ വാങ്ങിക്കാനുള്ള ഒരു പരിപാടി കൂടെ പോകാൻ നിൽക്കുകയാണ്. എനിക്ക് ഒന്ന് എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാത്തതാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ ഇത് വർഷങ്ങളോടിരിക്കുന്നത് എനിക്ക് വേറൊരു പണിയും അറിഞ്ഞു. എന്താ ഇപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അപ്പം ഞാൻ ഇവർ പൊളിക്കുകയാണെങ്കിൽ പൊളിക്കട്ട്, ഞാൻ ഇവിടെ പണി അത് ഒരു ഉറപ്പ് മറ്റുള്ളവരെങ്കിൽ മാറ്റി കത്തിച്ചിട്ടാവും. അത് ഉറപ്പ് എനിക്ക് ജീവിക്കണമല്ലോ. എനിക്ക് ഞാൻ ജീവിക്കണം, എനിക്ക് അങ്ങനെ ചെയ്യുള്ളൂ. അത് അവരെ മുമ്പത്തിന് ചെയ്യാൻ ചെയ്യും. അത് മാറ്റം പറ്റും. ഞാൻ ചെയ്യും. രണ്ടും കൽപ്പിച്ചിട്ട് അവർ ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ. എന്താ പോലെ പൊളിക്കും. ഞാൻ പൊളിച്ച് മാറ്റിയില്ല, എന്നെ പോലെ നടക്കുകയും ഇതെനിക്ക് പൊളിച്ച് മാറ്റാൻ എനിക്ക് പറ്റുകയില്ല. അപ്പോൾ അവർ അന്നൊരു റോഡിൻ്റെ പണി നടന്നപ്പോൾ പറയുകയാണെങ്കിൽ മാറ്റി വയ്ക്കാൻ പറഞ്ഞു. നിങ്ങൾ ഇവിടെ വയ്ക്കാൻ ഒക്കൂല നിർബന്ധിച്ച് പറഞ്ഞു. ഞാൻ വഴികൊള്ളാൻ പോയാലും ഇപ്പോൾ റോഡിൻ്റെ പണി കഴിഞ്ഞിട്ട് 3-4 വർഷമാകുമ്പോൾ എന്നിട്ട് ഇത്രയും കാലം ഉരുവാപ്പള്ളി ഇന്നലെ നോട്ടീസ് മേടിച്ചിട്ട് നാളെ മാറണമെന്ന് പറയാം. ഞാൻ അവിടെ മാറിപ്പോൾ എന്തായാലും ഈ ബാലുചേട്ടൻ്റെ ഉപജീവന മാർഗ്ഗമാണത്. സുഖമില്ലാത്ത ഭാര്യയാണ് വീട്ടിലുള്ളത്. അവരെല്ലാം ജീവിക്കുന്നത് ഈ ചെറിയ കട നടത്തിയുള്ള വരുമാനത്തിൽ നിന്നാണ്. അവിടെയാണ് അത് ഇപ്പോൾ പൊളിച്ചു മാറ്റണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. മുൻ രാജ്യസഭാ MP നാരായൺ ചേരുന്നുണ്ട്. ഇത് പൊളിച്ചു മാറ്റണമെന്ന് പിന്നെ ഞാനൊരു ഓർഡർ കൊടുത്തിരിക്കുകയാണ്. ഒരു നോട്ടീസ് ഇവിടെ ഒന്ന് ഒട്ടിച്ച് പോയിരിക്കുകയാണ്. എന്താ പറയുക, കാരണം ഇത് ഇവിടെ ഈ പ്രദേശത്തുള്ളവർക്ക് ആകെ ആശ്രയിക്കാവുന്ന ഒരു ചായക്കടയാണ്. വേറെ എവിടെയും വെള്ളം കുടിക്കാൻ പോലും സ്ഥലമില്ല. അപ്പോൾ അതുകൂടി പൊളിച്ചു മാറ്റുക പറഞ്ഞാൽ ഈ പ്രദേശത്ത് മറ്റേ വീടായിട്ട് താമസിക്കാത്ത ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അങ്ങേയറ്റം പ്രയാസമാണ്. ഒരു നഗരപ്രദേശത്ത് ഇതാണോ ന്യായം? അവിടുത്തെ ജനങ്ങളോട് പൗരന്മാരോട് ചെയ്യേണ്ടത് ഇതാണോ എന്നുള്ളത് കോർപ്പറേഷനൊക്കെ ആലോചിക്കേണ്ടതാണ്. എനിക്കതേ പറയാനുള്ളൂ. എന്തായാലും അതുതന്നെയാണ്. അതായത് ഈ പരിസരത്ത് വരുന്ന ആളുകൾക്കൊക്കെ ഒരു ചായ കുടിക്കാൻ, ഒരു ലഘു കടി കഴിക്കാൻ ഒക്കെയുള്ള അടുത്തുള്ള ഒരു ഏക കടയാണ്. അത് പൊളിച്ചു മാറ്റിയാൽ അതിനുള്ള സൗകര്യം പൂർണ്ണമായും ഇല്ലാതാകും. പിന്നെ ഇതിന് തൊട്ടപ്പുറത്ത് വലിയ വമ്പൻ മുതലാളിമാർ നടത്തുന്ന ഹോട്ടലുകളും കടകളും ഒക്കെയാണുള്ളത്. അവിടെ വലിയ പണം കൊടുത്ത് അവിടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകും. വിദ്യാർത്ഥികളൊക്കെ ഇവിടെ എത്തുന്നത് ലഘു കടിയും ഒരു ചായയും ഒക്കെ കഴിക്കാനായിട്ടാണ്. മറ്റാളുകൾ എത്തുന്നത് അങ്ങനെയാണ്. നേരത്തെ കോർപ്പറേഷൻ ഇതിന് തൊട്ട് പിറകിലായുള്ള വഴി, അത് ഫുട്പാത്താണ് എന്ന് പറയാം, ആ വഴിയിലുള്ള രാത്രി കച്ചവടങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിച്ചിരുന്നു. അതിലെ ബുദ്ധിമുട്ട് ഈ നഗരത്തിൽ വരുന്ന ആളുകൾ, അത് മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തി താമസിക്കുന്നവരാണ്. അവർക്ക് ചെറിയ പണം നൽകി ഭക്ഷണം കഴിക്കാനും ചായയും ലഘുകടിയും ഒക്കെ കഴിക്കാനുമുള്ള ഇങ്ങനെയുള്ള സംവിധാനങ്ങളാണ് പൂർണ്ണമായും ഇപ്പോൾ ഒഴിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വലിയ ബുദ്ധിമുട്ട്, കടക്കാർക്ക് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അവരുടെ ഉപജീവന മാർഗം ഇല്ലാതാകുന്നു. ഒപ്പം തന്നെ എത്തുന്ന ആളുകൾക്കും അതേ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത്തരം നടപടികളാണ് നിലവിൽ എന്തായാലും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. വമ്പൻ കടകൾ, അത്
പൂട്ടിക്കുകയോ അതിന് മുമ്പിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് റോഡ് ബ്ലോക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിലൊന്നും ഇടപെടാതെയാണ് ഇങ്ങനെ ഒരു വശത്ത് വളരെ ഒതുങ്ങി തിരക്കില്ലാത്ത ഒരു സ്ഥലത്ത് ഏതെങ്കിലും തരത്തിൽ ഗതാഗത തടസ്സമോ അല്ലെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാക്കാതെയുള്ള ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിപ്പിക്കുന്നത്.